പത്തനംതിട്ടയിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ അടിച്ചു. യുവദമ്പതികൾ പിടിയിൽ. കോയപ്പുറം ആന്താലിമണ്ണിൽ യുവാക്കളെ അതിക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ ദമ്പതികൾക്കെതിരായ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. ദേഹത്ത് ബാധ കയറിയതുപോലെയായിരുന്നു ദമ്പതികളുടെ പെരുമാറ്റമെന്ന് മർദ്ദനത്തിന് ഇരയായ യുവാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജയേഷ് സുഹൃത്തും സഹപ്രവർത്തകനുമാണെന്നും ഭാര്യ രശ്മിയെ പരിചയമുണ്ടെന്നും യുവാവ് പറഞ്ഞു. പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. യുവാവിന്റെ പക്കൽ നിന്നും പണവും ഐഫോണും അടക്കമുള്ള സാധനങ്ങൾ പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു. പ്രതികൾ നടത്തുന്ന ആദ്യത്തെ ആക്രമണമല്ല ഇതെന്നും സമാന രീതിയിൽ മറ്റൊരാളെ കൂടി ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ തിരുവോണത്തിനാണ് 2 ജില്ലകളിൽ നിന്നായുള്ള 2 യുവാക്കൾക്ക് യുവദമ്പതികളിൽ നിന്ന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള യുവാവിന് പുറമെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു യുവാവിനും സമാന അനുഭവം നേരിട്ടിരുന്നു. തിരുവോണ ദിവസം പത്തനംതിട്ട സ്വദേശിയായ യുവാവിനോട് മാരാമൺ എന്ന സ്ഥലത്തേക്ക് എത്താൻ ജയേഷ് പറയുകയായിരുന്നു. അവിടെ നിന്നും ബൈക്കിൽ ജയേഷ് യുവാവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. പിന്നീട് ഈ വീട്ടിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണും 17,000 രൂപയും ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ദമ്പതികൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശി കേസ് കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ പത്തനംതിട്ട സ്വദേശി ഉടൻ തന്നെ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, പത്തനംതിട്ട.